കാത്തിരിപ്പിനറുതി വരുത്തി ബറോസ് റിലീസ്. തന്നെ സംബന്ധിച്ചിടത്തോളം ഫാസിൽ മുതൽ തരുൺ മൂർത്തി വരെയുള്ള സംവിധായകരെല്ലാം പ്രിയപ്പെട്ടവർ തന്നെയാണെന്ന് മോഹൻലാൽ. എന്തെങ്കിലും ഒരു മാജിക് എല്ലാ സംവിധായകരിലും ഉണ്ടാകും എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അത്തരമൊരു മാജിക് തന്നെയാണ് ലാലേട്ടൻ സംവിധായകനാകുന്ന ബറോസിൽ ആരാധകർ കാണാൻ ആഗ്രഹിക്കുന്നതും. കഴിഞ്ഞ ദിവസം ബറോസിന്റെ 3D പ്രിവ്യൂ മുംബൈ PVRൽ നടന്നിരുന്നു. സംവിധായകനായും സിനിമയിലെ ബറോസ് എന്ന ഭൂതത്തിന്റെ നായകവേഷവും ചെയ്യുന്ന ലാലേട്ടൻ അഭിനയ പ്രകടനങ്ങളും സംവിധാന മികവും കാണാൻ കാത്തിരിക്കുന്ന സിനിമാ പ്രേമികൾക്ക് ഇനി ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരില്ല. ഈ വർഷം ഡിസംബർ 19-നോ 20-നോ ബറോസ് തിയേറ്ററിലെത്തും. ഗുജറാത്തിൽ പുരോഗമിച്ചു വന്നിരുന്ന എമ്പുരാൻ ഷൂട്ടിംഗ് 1400 കിലോമീറ്റർ അകലെ ഹൈദരാബാദിലേക്ക് മാറ്റിയതായി സംവിധായകൻ തന്നെ വെളിപ്പെടുത്തി. ആശീർവാദ സിനിമാസിനൊപ്പം ലൈക്ക കൂടി നിർമ്മാണ പങ്കാളിയാവുന്ന എമ്പുരാൻ മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലും റിലീസിനെത്തും. വ്യത്യസ്ത ലൊക്കേഷനുകളിലായി 100-ലധികം ദിവസമായി ഷൂട്ടിംഗ് നടന്നു വരികയാണ്. എമ്പുരാന്റെ എഡിറ്റിംഗ് തീരാത്ത രംഗങ്ങൾ കണ്ട് ഞെട്ടിയെന്നും പണച്ചിലവുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമയിലുണ്ടെന്നും എമ്പുരാനിൽ കുറച്ച് ഹെവി വർക്കാണെന്നും മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവ് പറഞ്ഞത് ആരാധകരിൽ വലിയ ആകാംക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിസംബറിന് മുൻപായി ഷൂട്ടിംഗ് പൂർത്തിയാക്കാനാണ് സാധ്യത. അതേസമയം വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ നായികയായി ഐശ്വര്യലക്ഷ്മി എത്തും. സംഗീതയാണ് മറ്റൊരു പ്രധാന താരം. ഇതാദ്യമായാണ് ഐശ്വര്യലക്ഷ്മി ലാലേട്ടനൊപ്പം അഭിനയിക്കുന്നത്. ഡിസംബറിൽ ഷൂട്ടിംഗ് ആരംഭിക്കുന്ന ഹൃദയപൂർവ്വം എന്ന ഈ സിനിമയുടെ മ്യൂസിക് കമ്പോസിംഗ് ഇപ്പോൾ നടന്നു വരികയാണ്. L360 എന്ന താൽക്കാലിക പേരിൽ അറിയപ്പെടുന്ന തരുൺ മൂർത്തി മോഹൻലാൽ സിനിമയുടെ പുതിയ അപ്ഡേറ്റിനും വലിയ കാത്തിരിപ്പിലാണ് ആരാധകർ. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.